നമസ്കാരം. പന്തീരങ്കാവ് ഗാർഹിക പീഡനക്കേസിലെ പ്രതി രാഹുൽ പി ഗോപാലിനെ ഇക്കുറി പൂട്ടാനുറപ്പിച്ച ജാഗ്രതയോടെയാണ് പോലീസിന്റെ നീക്കം. ആദ്യത്തെ കേസിൽ നിന്നും സമർത്ഥമായി ഊരിപ്പോയ പ്രതി ഇക്കുറി അഴിക്കുള്ളിലായിട്ടുണ്ട്. വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തപ്പെട്ട കേസിൽ പ്രതിയെ ജയിലിൽ തുടരുകയാണ്. ജാമ്യഹർജി ഇനിയും നൽകിയിട്ടില്ല. കഴിഞ്ഞ തവണ രാഹുലിന്റെ കേസെടുത്ത അഭിഭാഷകൻ ഇക്കുറി കേസെടുക്കാൻ തയ്യാറായിട്ടുമില്ല. ഇതാണ് പ്രതിക്ക് മുന്നിൽ പ്രതിസന്ധിയാവുന്നത്. ഇത്തവണ കേസ് അറിഞ്ഞപ്പോൾ തുടക്കത്തിൽ പെൺകുട്ടി പരാതി നൽകിയിരുന്നില്ല. പരാതിയില്ലെന്നും പെൺകുട്ടി പറഞ്ഞിട്ടും കസ്റ്റഡിയിലെടുത്ത രാഹുലിനെ വിടാൻ പോലീസ് തയ്യാറായിരുന്നില്ല. മദ്യലഹരിയിലായതുകൊണ്ട് കരുതൽ തടങ്കലിൽ വയ്ക്കുകയായിരുന്നു. തുടർന്ന് പരാതി ലഭിച്ചപ്പോൾ വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി പ്രതിയെ റിമാൻഡിലുമാക്കി. ഹൈക്കോടതി റദ്ദാക്കിയ മുൻ കേസുകൂടി വീണ്ടും ചുമത്താൻ സാധിക്കുമോ എന്നാണ് നിലവിൽ പോലീസ് പരിശോധിക്കുന്നത്. പെൺകുട്ടി പഴയ പരാതി വീണ്ടും ഉന്നയിക്കാൻ തയ്യാറായാലേ പോലീസിന് ഇക്കാര്യത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. അതിനാൽ പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ ചോദിച്ചിട്ടില്ല. രാഹുൽ സൈക്കോ ടൈപ്പ് ആണെന്നാണ് പെൺകുട്ടിയുടെ അച്ഛൻ ആരോപിച്ചത്. രാഹുൽ വഞ്ചകനാണ്, ലഹരി മരുന്ന് സ്ഥിരമായി ഉപയോഗിക്കാറുണ്ട്. ആദ്യത്തെ പരാതി കൊടുത്തപ്പോൾ മകൾക്ക് മോഹന വാഗ്ദാനങ്ങളൊക്കെ നൽകി കേസിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ് ഉണ്ടായത്. കൈകൊണ്ട് മർദ്ദിച്ചതിനേക്കാൾ വലിയ പീഡനം വാക്കുകൾ കൊണ്ടുണ്ടായിട്ടുണ്ട്. ഒരുമിച്ച് ജീവിക്കാൻ ഇനി ആഗ്രഹിക്കുന്നില്ലെന്നും അവൾ തീർത്തു പറഞ്ഞു. അതിനാൽ ഇനി കേസിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടാവില്ലെന്നും അച്ഛൻ പറയുന്നുണ്ട്. കഴിഞ്ഞ മെയ് 12-നാണ് പന്തീരങ്കാവ് സ്വദേശി രാഹുൽ പി ഗോപാലിനെതിരെ നവവധു ആദ്യം ഗാർഹിക പീഡന പരാതി നൽകിയത്. എന്നാൽ പോലീസ് വേണ്ടത്ര ഗൗരവത്തോടെ അത് ചെയ്തില്ല എന്നായിരുന്നു ആരോപണമുയർന്നത്. പറവൂർ സ്വദേശിയായ പെൺകുട്ടിയുടെ വീട്ടുകാർ വിവാഹത്തിന്റെ തൊട്ടടുത്ത ദിവസം രാഹുലിന്റെ വീട്ടിലെത്തിയപ്പോഴാണ് കുട്ടി ക്രൂര മർദ്ദനത്തിനിരയായ വിവരം അറിഞ്ഞത്. തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. ഇരു കുടുംബങ്ങളുമായി ചർച്ച നടത്തി പോലീസ് രാഹുലിന്റെ പേരിൽ കേസെടുത്ത ശേഷം വിട്ടയച്ചു. പെൺകുട്ടിയെ വീട്ടുകാർ പറവൂരിലേക്ക് കൊണ്ടുപോയി. ഇതിനു പിന്നാലെ പോലീസിനെതിരെ ആരോപണവുമായി പെൺകുട്ടിയുടെ കുടുംബവും രംഗത്തെത്തി. തനിക്ക് ക്രൂരമായി മർദ്ദനമേറ്റെന്ന് പെൺകുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞതോടെ വലിയ വാർത്തയുമായി. 14-ാം തീയതി വരെ വീട്ടിലുണ്ടായിരുന്ന രാഹുൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ സഹായത്തോടെ വിദേശത്തേക്ക് കടന്നു. കേസെടുക്കുന്നതിൽ വീഴ്ച വരുത്തിയ CI AS സരിനെ സസ്പെൻഡ് ചെയ്തു. വിദേശത്തേക്ക് കടക്കാൻ സഹായിച്ച സിവിൽ പോലീസ് ഓഫീസർ ശരത് ലാൽ കേസിൽ പ്രതിയായി. രാഹുലിന്റെ അമ്മയും സഹോദരിയുമായിരുന്നു 2-3 പ്രതികൾ. രാഹുലിന്റെ സുഹൃത്ത് രാജേഷ് 4-ാം പ്രതിയും സിവിൽ പോലീസ് ഓഫീസർ ശരത് ലാൽ 5-ാം പ്രതിയുമായി. രാഹുൽ ഒഴികെ എല്ലാവരും അറസ്റ്റിലായി. വിദേശത്തേക്ക് കടന്ന രാഹുലിനായി ബ്ലൂ കോർണർ നോട്ടീസ് പുറത്തിറക്കി. താൻ മർദ്ദിച്ചിട്ടില്ലെന്നും ജർമ്മനിയിൽ ജോലിയുള്ള തനിക്ക് സ്ത്രീധനത്തിന്റെ ആവശ്യമില്ലെന്നും രാഹുൽ വീഡിയോ സന്ദേശം പുറത്തുവിട്ടു. ഇതിനിടെ പെൺകുട്ടി സ്വന്തം വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി. പിന്നാലെ രാഹുൽ മർദ്ദിച്ചില്ലെന്നും ശുചിമുറിയിൽ വീണപ്പോഴാണ് പരിക്ക് പറ്റിയതെന്നും വീട്ടുകാരുടെ നിർബന്ധപ്രകാരമാണ് രാഹുലിനെതിരെ പരാതി നൽകിയതെന്നും പരാതി കള്ളമാണെന്നും പറയുന്ന വീഡിയോയും പുറത്തുവിട്ടു. ഒരുമിച്ച് ജീവിക്കാനാണ് താല്പര്യമെന്നും കേസ് റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട രാഹുലും പെൺകുട്ടിയും ഹൈക്കോടതിയെ സമീപിച്ചു. കോടതി പോലീസിന്റെ റിപ്പോർട്ട് തേടി. പക്ഷേ രാഹുലിനെതിരെയാണ് പോലീസ് റിപ്പോർട്ട് നൽകിയത്. രാഹുൽ ലഹരി മരുന്ന് ഉപയോഗിക്കാറുണ്ടെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ സാധ്യതയുണ്ടെന്നുമായിരുന്നു റിപ്പോർട്ട്. എന്നാൽ ഇരുവർക്കും കൗൺസിലിംഗ് നൽകിയ ശേഷം ഒരുമിച്ച് ജീവിക്കാൻ ഹൈക്കോടതി അനുവദിക്കുകയായിരുന്നു. അറസ്റ്റ് ഉണ്ടാവില്ല എന്നുറപ്പായ ശേഷമാണ് രാഹുൽ വിദേശത്തു നിന്നും തിരിച്ചെത്തിയത്. അങ്ങനെ 5 പ്രതികളുള്ള കേസിൽ 1-ാം പ്രതി രാഹുൽ മാത്രം അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെടുകയും കേസ് റദ്ദാക്കുകയും ചെയ്തു. കോടതിയുടെ അനുമതിയോടെ ഒരുമിച്ച് ജീവിക്കുന്നതിനിടെയാണ് വീണ്ടും പരാതി ഉണ്ടായത്. ഇത്തവണയും പെൺകുട്ടി പരാതി നൽകാൻ ആദ്യം തയ്യാറായില്ല. പരിക്കുകളുമായി ആശുപത്രിയിലെത്തിയപ്പോൾ ഗാർഹിക പീഡനമാണെന്ന് ആശുപത്രി അധികൃതരാണ് പോലീസിനെ അറിയിച്ചത്. തിങ്കളാഴ്ച രാത്രി തന്നെ പോലീസ് രാഹുലിനെ പിടികൂടുകയും ചെയ്തിരുന്നു.